Yes, good morning students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ സർവീസ് ആയിരുന്നു. ഫിനാൻഷ്യൽ സർവീസ് ഈസ് ഡിഫൈൻഡ് ആസ് അതിന്റെ ഡെഫിനിഷനും മീനിങ്ങും അതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ബൈ വിച്ച് ഫണ്ട്സ് ആർ mobilized from a large number of savers and made available to all those who are in need of it, the particularly corporate business. അപ്പോൾ ഒരു ഫണ്ട് എങ്ങനെ മൊബിലൈസ് ചെയ്യണം അതിനെക്കുറിച്ച് അതിന്റെ സേവേഴ്സിന്റെ അടുത്ത് നിന്ന് ഫണ്ട് ഇൻവെസ്റ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ബോറോവേഴ്സിലേക്ക് ഏത് രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള അതിന്റെ ഒരു മൂവ്മെന്റ്സ് ആ മൂവ്മെന്റ്സ് ആണ് എന്തിൽ വരുന്നത് ഫിനാൻഷ്യൽ സർവീസിൽ വരുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ സർവീസ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് by which funds are mobilized from a savers to say large number of savers and made available to all those who are in need of it, the particularly corporate customers. അത് മാത്രമല്ല ഇറ്റ് ഹെൽപ്സ് ദ യൂസർ. ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ദ യൂസർ ടു ഒബ്റ്റെയിൻ ദ അസെറ്റ്. അതായത് ആ ഒരു ഫണ്ട് കൊണ്ട് ഉപയോഗിക്കുന്നവരിലേക്ക് യൂസേഴ്സിലേക്ക് ആ ഫണ്ട് താൽക്കാലികമായിട്ട് അവരിലേക്ക് മൊബിലൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് യൂസേഴ്സിലേക്ക്. അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ടു ഒബ്റ്റെയിൻ ദ അസെറ്റ് ആൻഡ് ടു എൻജോയ് ദ സർവീസ്. അപ്പൊ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അസെറ്റ് ഒബ്റ്റെയിൻ ചെയ്യാം ആൻഡ് എൻജോയ് ദ സർവീസ് അക്കോർഡിംഗ് ടു ഹിസ് കൺവീനിയൻസ് ആൻഡ് അറ്റ് ദ റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. വളരെ ന്യായമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റില് അവർക്കൊരു ഫണ്ട് അനുവദിച്ച് കിട്ടുക. ആ അനുവദിച്ച് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഏതെങ്കിലും രീതിയിലുള്ള അസറ്റുകളെ ഒബ്റ്റെയിൻ ചെയ്യാം. ദെൻ അവരുടെ സർവീസ് എൻജോയ് ചെയ്യാം, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് അത്. അത്രയും ആ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും ആൻഡ് ഇസ് ബേസ്ഡ് ഓൺ അക്കോർഡിംഗ് ടു ഹിയസ് കൺവീനിയൻസ് ആൻഡ് അറ്റ് എ റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത്രയും കൺവീനിയന്റ് ആയിട്ട് അതുപോലെ വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മൊബിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഫണ്ട് വിനിയോഗിക്കുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം ആണ് എന്ത് അല്ലെങ്കിൽ ഒരു സർവീസ് ആണ് എന്തായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ഇറ്റ് അസിസ്റ്റ് ദ സപ്ലൈ ഓഫ് മണി ടു ഗെറ്റ് ദ ബെസ്റ്റ് പോസിബിൾ റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻവെസ്റ്റ്മെന്റിന്റെ പിന്നില് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തായിരിക്കും നല്ലൊരു റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ആ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട് അതില് അല്ലെ. അപ്പൊ മാക്സിമം പോസിബിൾ ദ ബെസ്റ്റ് പോസിബിൾ റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് വിത്തിൻ ദ റെഗുലർലി ഫ്രെയിം വർക്ക് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ റെഗുലേറ്റേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, ആ ഒരു ഫിനാൻഷ്യൽ സർവീസിൽ നമ്മൾ ഇത്രയും അപ്പൊ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഇൻക്ലൂഡ്സ് ദ മ്യൂച്വൽ ഫണ്ട്സ് വിത്ത് ദ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, പിന്നെ ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ്, ആഡ് ഓൺ കാർഡ്സ് എക്സെട്ര. ഇതൊക്കെ എന്തിൽ വരുന്നതാണ് ഈ ഒരു ഫിനാൻഷ്യൽ സർവീസിൽ ഇൻക്ലൂഡബിൾ ആയിട്ടുള്ളതാണ് അല്ലെ. മാത്രമല്ല നമ്മൾ അതിന്റെ മുമ്പേ കുറച്ച് ഫീച്ചേഴ്സ് ഓഫ് ദ ബോണ്ട് ഫീച്ചേഴ്സ്, ടൈപ്സ് ഓഫ് ബോണ്ട്സ് പഠിച്ചതാണ്. ഏതൊക്കെയാണ് സീറോ കൂപ്പൺ ബോണ്ട്, ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്, ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ട്സ്, അതുപോലെ ബോണ്ട് സ്കീം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇതൊക്കെ തന്നെ ആ ടൈപ്പ് ബോണ്ടുകളിലെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ വരുന്നതാണ്. ഇനി ഇവിടെ പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ സർവീസ് ആണ്. ഇനി പറയുന്നത് എന്താണ് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ആണ്. ആ ഫിനാൻഷ്യൽ സർവീസ് പൊസസ് ദ ഡിഫറെന്റ് യുണീക് ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ എനി സർവീസ്. അതിലെ എല്ലാം തന്നെ ഏത് സർവീസ് ആണെങ്കിലും ഒരുപാട് ഒരു യുണീക്ക് ഫീച്ചേഴ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ഇൻടാഞ്ചിബിലിറ്റി. നമുക്കറിയാം അല്ലെ, ഫിനാൻഷ്യൽ സർവീസ് ആർ ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയാം ഇൻടാഞ്ചിബിലിറ്റി. ഫിനാൻഷ്യൽ സർവീസ് ആർ ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ. ദ സർവീസ് ഓർ പ്രോഡക്റ്റ് കനോട്ട് ബി സീൻ
ബട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആൻഡ് അപ്രീഷിയേറ്റഡ്. നമുക്കറിയാം അതിന്റെ ആ ഒരു ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ആ സർവീസിന്റെ നമുക്ക് കാണാനാകുന്ന അല്ലെങ്കിൽ കനോട്ട് ടച്ചബിൾ അല്ലെ, നമുക്ക് അറിഞ്ഞ് അനുഭവിക്കാനുള്ളത് മാത്രമാണ് ഉള്ളത്, അല്ലാതെ നമുക്ക് തൊട്ടു നോക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കലി അപ്പിയറൻസ് മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കില്ല. ബട്ട് അതിന്റെ എന്താണ്, ദ സർവീസ് ഓർ പ്രോഡക്റ്റ് കനോട്ട് ബി സീൻ ബട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആൻഡ് അപ്രീഷിയേറ്റഡ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു യുണീക് ഫീച്ചർ ആക്കി മാറ്റുന്നത്. അതാണ് ഇൻടാഞ്ചിബിലിറ്റി. അപ്പൊ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ, ഇൻടാഞ്ചിബിലിറ്റി. ഇനി അതിന്റെ ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ വേണ്ട, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയായിരുന്നു, പോപ്പുലേഷൻ വേണ്ട. ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ കോൺഫിഡൻസ് ഓഫ് ദ ക്ലയൻസ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ റെപ്യൂട്ടേഷൻ, അതുപോലെ അവിടെയുള്ള ആ ഒരു ക്ലയൻസിന്റെ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ആ ക്ലയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, ഇപ്പൊ നമ്മൾ കസ്റ്റമേഴ്സ്, ഒരു ബാങ്കിലുള്ള കസ്റ്റമേഴ്സ് അങ്ങനെ പറയാം അല്ലെ. അപ്പൊ ഇറ്റ് ഡിസൈഡ് ദ ഫേറ്റ് ഓഫ് ദിസ് ഫിനാൻഷ്യൽ സർവീസ്. അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഫിനാൻഷ്യൽ സർവീസിനെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പല രീതിയിലും, ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണുകയാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്നുള്ള ഒരു റെപ്യൂട്ടേഷൻ നമ്മൾ ഈ ഒരു ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, ഇൻടാഞ്ചിബിലിറ്റി. ഈ സർവീസ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണെന്നാണ്, അപ്രീഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്നൊക്കെ പറയും. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, ഇൻടാഞ്ചിബിലിറ്റി. Then next feature of the or characteristics of financial service is inseparability. Inseparability. ഇവിടെ the functions of production and supply of financial service have to be carried out simultaneously. അപ്പൊ ഒരേ സമയത്ത്, സൈമിൾട്ടേനിയസ്ലി എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് തന്നെ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഡിമാൻഡ് എപ്പോൾ ഉണ്ടാകുന്നുവോ ആ ഡിമാൻഡ് ഉള്ള സമയത്ത് തന്നെ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കുക. ദ ഫങ്ഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഹാവ് ടു ബി കാരിഡ് ഔട്ട് സൈമിൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് ഡിമാൻഡ് ഉണ്ടാവുന്ന സമയത്ത് ഫിനാൻഷ്യൽ സർവീസ് സപ്ലൈ ചെയ്യാനും അതുപോലെ പ്രൊഡക്ഷൻ നടത്താനും. ആ പ്രൊഡക്ഷന്റെ ഫങ്ഷൻസ് ആയിട്ടാണ് പറയുന്നത്. ദ ഫങ്ഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ഹാവ് ടു ബി carried out simultaneously. അത് മറ്റൊരു അതായത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാതെ ഒരേ സമയത്ത് തന്നെ, ഡിമാൻഡ് ഉള്ള സമയത്ത് തന്നെ സപ്ലൈ ചെയ്യാനും അതുപോലെ പ്രൊഡക്ഷൻ നടത്താനും ആ പ്രൊഡക്ഷന്റെ ഫങ്ഷൻസ് ക്ലാരിഫൈ ചെയ്യാനൊക്കെയുള്ള ഒരു അവസരം. അതാണ് എന്ത്, ഇൻസെപ്പറബിലിറ്റി എന്ന് പറയുന്ന മറ്റൊരു ഫീച്ചർ ആയിട്ട് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ഇൻടാഞ്ചിബിലിറ്റി, ദെൻ സെക്കൻഡ് വൺ ഇൻസെപ്പറബിലിറ്റി. ഇനി ഫിനാൻഷ്യൽ സർവീസിന്റെ മറ്റു ഫീച്ചർ ആയിട്ട് പറയുന്നത് നെക്സ്റ്റ് തേർഡ് വൺ, പെരിഷബിലിറ്റി. പെരിഷബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, പെരിഷബിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നശിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാവ് ടു ബി ക്രിയേറ്റഡ് ആൻഡ് ഡെലിവേർഡ് ടു ദ ഇന്റൻഡിങ് ക്ലയൻസ് ഇൻ സസ്റ്റൈനബിലിറ്റി. അതർവൈസ് ദ ഓപ്പർച്യൂണിറ്റി വിൽ ബി ലോസ്റ്റ്. നമുക്ക് എപ്പോഴാണോ നമ്മുടെ ആവശ്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അവസരങ്ങൾ വരുന്നത് ആ അവസരങ്ങളിൽ ഉപയോഗിച്ചൂടാ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഈ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും ഒരുപോലെ ഒരേ രീതിയിൽ നിലനിൽക്കുന്ന ഒന്നല്ല അത്. അതിൽ നമുക്ക് എപ്പോഴാണോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നത്, ആ അവസരങ്ങൾ ഉണ്ടെങ്കിലേ ആ അവസരങ്ങൾ തട്ടി മാറ്റാതെ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഫിനാൻഷ്യൽ സർവീസിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ. കാരണം അപ്പൊ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് അതിന്റെ മൂല്യം, വാല്യൂ അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി തന്നെ നമുക്ക് നഷ്ടമായി പോയേക്കാം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സർവീസ് ഒരു പെരിഷബിലിറ്റി ആണെന്ന് പറയുന്നത്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണെന്ന് പറയുന്നത്. പക്ഷെ അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാനും അതിനെ നിലനിർത്താനും അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പവർ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറെ കാലത്തേക്ക് നിലനിർത്താം എന്നുള്ളതാണ്. അപ്പൊ ഫിനാൻഷ്യൽ സർവീസിന്റെ ഫീച്ചേഴ്സ് ഫസ്റ്റ് വൺ ഇൻടാഞ്ചിബിലിറ്റി, സെക്കൻഡ് വൺ ഇൻസെപ്പറബിലിറ്റി, ദെൻ തേർഡ് വൺ പെരിഷബിലിറ്റി. ഇനി ഫോർത്ത് വൺ, പെരിഷബിലിറ്റി കഴിഞ്ഞാല് മറ്റൊരു പോയിന്റ് ആയിട്ട് മറ്റൊരു ഫീച്ചർ ആയിട്ട് പറയുന്നത്
കസ്റ്റമർ ഓറിയന്റഡ്. ഫിനാൻഷ്യൽ സർവീസിന്റെ ഫീച്ചർ ആയിട്ട് പറയുന്നത് കസ്റ്റമർ ഓറിയന്റഡ്. ഇവിടെ കസ്റ്റമർ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ സർവീസ് ഷുഡ് സ്റ്റഡി ദ നീഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഇൻ ഡീറ്റെയിൽസ്. അവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് സ്റ്റഡി ദ നീഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ് ആൻഡ് ഇൻ ദ ഡീറ്റെയിൽസ്. കസ്റ്റമേഴ്സിനെ കുറിച്ച് പഠിക്കും, അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിലൂടെയാണ് അവരുടെ ആവശ്യങ്ങളെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഓഫ് ദ സ്റ്റഡി ആൻഡ് ദ കം ഔട്ട് ദ സ്പെസിഫിക് അറേഞ്ച്മെന്റ്സ് ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിലൂടെ അവരെ കുറിച്ച് പഠിച്ച് അവരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. മാത്രമല്ല ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഓഫ് ദ സ്റ്റഡി, അവരെ കുറിച്ച് പഠിക്കുക. ദ കം ഔട്ട് ദ സ്പെസിഫിക് അറേഞ്ച്മെന്റ്സ് ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമർ. അതായത് ചില കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ചില അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ കസ്റ്റമർ ഓറിയന്റഡ് ആയി 4 പോയിന്റ് ആയി. ഇനി നെക്സ്റ്റ് 5ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് വേരിയബിലിറ്റി. 5ാമത്തെ പോയിന്റ് വേരിയബിലിറ്റി. വേരിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് ഹാവ് ടു ബി ടൈലർ മെയ്ഡ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് സ്റ്റാൻഡർഡൈസേഷൻ ഈസ് നോട്ട് ഫീസിബിൾ. ഇവിടെ എന്തില്ല? ഫിനാൻഷ്യൽ സർവീസിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ഒട്ടും സാധ്യമല്ലാത്ത ഒന്നാണ്. അവിടെ എന്താണ്? വേരിയബിലിറ്റി ആണ് പ്രാധാന്യം. അതായത് ഇറ്റ് ഹാവ് ടു ബി ടൈലർ മെയ്ഡ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ക്ലയൻസ്. ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ കക്ഷികളുടെ കസ്റ്റമേഴ്സിന്റെ ക്ലയൻസിന്റെ റിക്വയർമെന്റ്സ് മാറുന്നതിനനുസരിച്ച് സാഹചര്യങ്ങളും മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ ചേഞ്ച് ചെയ്യപ്പെടും എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള ഒന്നാണ് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് ഹാസ് ടു ബി ടൈലർ മെയ്ഡ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ക്ലയൻസ്. അതിൽ തന്നെ എന്താണ് അതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ ഈസ് നോട്ട് ഫീസിബിൾ. സ്റ്റാൻഡർഡൈസേഷൻ ഈസ് നോട്ട് ഫീസിബിൾ. ഇനി നെക്സ്റ്റ് പോയിന്റ് ഡൈനാമിസം. വേരിയബിലിറ്റി കഴിഞ്ഞ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഡൈനാമിസം. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സർവീസ് മസ്റ്റ് ബി ഡൈനാമിക്. ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്കറിയാം ഇറ്റ്സ് ഡൈനാമിക് ആണ്. ദ സർവീസസ് റെൻഡേർഡ് മസ്റ്റ് ബി always redefined and refined by on the basis of the socio-economic changes, and the economy has the changes in the disposable income and standard of living, cost of living, etc. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് ആണ് അല്ലെ? അത് മാത്രമല്ല സർവീസ് റെന്റഡ് മസ്റ്റ് ബി ഓൾവേസ് റീഡിഫൈൻഡ്. അതായത് ഈ സർവീസ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ആ സർവീസ് ഏത് സമയത്ത് എപ്പോഴാണോ ആവശ്യക്കാർക്ക് എങ്ങനെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇറ്റ് മസ്റ്റ് ബി ഓൾവേസ് എപ്പോഴും ഇത് എന്തായിക്കൊണ്ടിരിക്കും? റീഡിഫൈൻ ചെയ്തിരിക്കും, അല്ലെങ്കിൽ റിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്ത്? ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാ സമയത്തും ഓൾവേസ് റീഡിഫൈൻഡ് ആൻഡ് റിഫൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ സോഷ്യോ ഇക്കണോമിക് ചേഞ്ചസ് ഇൻ ദ ഇക്കോണമി. അപ്പൊ അതില് എന്താണ്? റീഡിഫൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ സോഷ്യോ ഇക്കണോമിക് ചേഞ്ചസ്. ഇക്കോണമിയില് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്? സോഷ്യോ ഇക്കണോമിക് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഇൻ ദ ഡിസ്പോസിബിൾ ഇൻകം, അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, കോസ്റ്റ് ഓഫ് ലിവിങ്, എക്സെട്ര. അപ്പോൾ ആളുകളുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നുള്ള ജീവിത നിലവാരം തന്നെ മാറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ മാറ്റിയ രീതിയിലുള്ള ഒന്നാണ് എന്ത്? ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഏതൊക്കെയാണ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസിലെ ഇൻടാഞ്ചിബിലിറ്റി, ഇൻസെപ്പറബിലിറ്റി, പെരിഷബിലിറ്റി, കസ്റ്റമേഴ്സ് ഓറിയന്റഡ്, വേരിയബിലിറ്റി, ഡൈനാമിസം. ഇനി നെക്സ്റ്റ് 7ാമത്തെ വരുന്നത് മാസീവ് അഡ്വർടൈസ്മെന്റ് ഈസ് റിക്വയർഡ്. വളരെ പ്രധാനപ്പെട്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നായിട്ടാണ് പറയുന്നത്. ഏതാണ്? മാസീവ് അഡ്വർടൈസ്മെന്റ്. ഇപ്പൊ ഫിനാൻഷ്യൽ സർവീസസ് മസ്റ്റ് ബി മെയ്ഡ് ഓൺ ടു ദ യൂസേഴ്സ്. അതായത് ഈ അഡ്വർടൈസ്മെന്റിലൂടെ ആളുകൾ അറിയണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ട്, ഇത്തരത്തിലുള്ള സർവീസുകൾ ഉണ്ട്. ഫോർ ദിസ് ടെംപ്റ്റിംഗ് അഡ്വർടൈസിംഗ് ഈസ് എ മസ്റ്റ് വിത്ത് കാഷിംഗ് സ്ലോഗൻസ്.
അതായത് നമുക്ക് എന്താണ് മറ്റു രീതിയിൽ ഉള്ള സ്ലോഗൻസ് നമ്മൾ ഓരോ ഇൻഡസ്ട്രിയുടെയും അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിന്റെയും അല്ലെങ്കിൽ ഒരു മറ്റുള്ള സർവീസിന്റെ ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള ഓരോ സ്ലോഗൻസ് ഉണ്ടാവും. ആ സ്ലോഗൻസ് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആളുകൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് അഡ്വർടൈസ്മെന്റ് കൊടുത്തേ മതിയാവൂ. പിന്നെ മറ്റൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞത് ജിയോഗ്രാഫിക്കൽ ഡിസ്പേർഷൻ. ജിയോഗ്രാഫിക്കൽ ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് മസ്റ്റ് ബി ഈസിലി റീച്ചബിൾ ടു ദ യൂസേഴ്സ്. ഫിനാൻഷ്യൽ സർവീസസ് മസ്റ്റ് ബി ഈസിലി റീച്ചബിൾ ടു ദ യൂസേഴ്സ് ടു എൻഷുർ ദിസ് service providing organizations it should have the wide branch network so that the customers or users across the country has benefited. അപ്പൊ ഇത്രയാണ് എന്ത് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ജിയോഗ്രാഫിക്കൽ ഡിസ്പേർഷൻ. ഇത്രയാണ് ഇതിന്റെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എന്തായിട്ട് പറയാം ഫീച്ചേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പെരിഷബിലിറ്റി, ഇൻസപ്പറബിലിറ്റി, അതുപോലെ എന്താണ് ഇൻടാഞ്ചിബിലിറ്റി, കസ്റ്റമർ ഓറിയന്റഡ്, വേരിയബിലിറ്റി, ഡൈനാമിസം, മാസീവ് അഡ്വർടൈസ്മെന്റ് ഈസ് റിക്വയർഡ്, ജിയോഗ്രാഫിക്കൽ ഡിസ്പേർഷൻ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതിന്റെ ഫിനാൻഷ്യൽ സർവീസിന്റെ ജസ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫിനാൻഷ്യൽ സർവീസസ് ആർ റിക്വയർഡ് ആസ് ദ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സർവീസസ്. ആൻഡ് നെക്സ്റ്റ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫിനാൻഷ്യൽ സർവീസസ്. ഈ രീതിയിലുള്ള ഫിനാൻഷ്യൽ സർവീസിന്റെ വളർച്ച നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അല്ലെ. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസുകൾ ഇന്ന് വളരെ പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ വരുന്ന ഒരു ഏരിയ ആണ് ഫിനാൻഷ്യൽ സർവീസിലെ. അപ്പൊ അത്രയും വളർച്ചയില് ഈ ഒരു ഗ്രോത്തില് ഫിനാൻഷ്യൽ സർവീസിന് അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ സർവീസിന്റെ ഇമ്പോർട്ടൻസ്? അത് ജസ്റ്റ് ആ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കുക. ഫസ്റ്റ് വൺ, പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഫസ്റ്റ് പോയിന്റ് പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഈ ഒരു രീതിയിൽ ഫിനാൻഷ്യൽ സർവീസിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു മൊബിലൈസേഷൻ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഏതൊരു ആളുകളുടെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ അവരെ ആ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടത്ര ബെനിഫിറ്റ് കിട്ടാനുള്ള വളരെ പ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഏത് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പ്രൊമോട്ട് ദ investment. It's hard earned the money of investors can be channeled to the corporate sector directly to the merchant bankers and the stock brokers. So first one, promote investment. Then second one, investment ine മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രൊമോട്ട് സേവിങ്സ്. അതായത് അവരുടെ സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്. അതിനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഉണ്ട്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ആർ ഡിസൈൻഡ് ബൈ ദ ഫിനാൻഷ്യൽ സർവീസസ് കമ്പനീസ് ലൈക്ക് ദ മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനീസ്. ദിസ് ഈസ് ടു റിഫ്ലക്റ്റഡ് ഇൻ ദ ഇൻക്രീസ്ഡ് സേവിങ്സ് ഓഫ് ദ പബ്ലിക്. അതായത് പബ്ലിക്കിന്റെ സേവിങ്സിനെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് അതിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അതിൽ മൊബിലൈസേഷൻ വരുത്താൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ പ്രൊമോട്ട് ചെയ്യുക, ദെൻ അവരുടെ സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് പറയാം. പ്രൊമോട്ട് സേവിങ്സ്. ദ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ആർ ദ ഡിസൈൻഡ് ബൈ ദ ഫിനാൻഷ്യൽ സർവീസസ് കമ്പനീസ് ലൈക്ക് മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ് എക്സെട്ര. First one, promote investment. Second one, promote savings. Then next, third importance factor of the financial services are, third one, minimize risk. Risk minimize ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ financial services include the credit rating and the rating agencies rate the instruments and the rating symbol is made known to the prospective investors. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സേവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസ്ക് മാക്സിമം
പരമാവധി മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പോസിബിൾ ഫാക്ടർ അല്ലെങ്കിൽ പോസിബിൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ മിനിമൈസ് ദ റിസ്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ സർവീസസ് ഇൻക്ലൂഡ് ദ ഫിനാൻഷ്യൽ സർവീസിൽ എന്തൊക്കെ ഇൻക്ലൂഡബിൾ ആയിട്ട് പറയുന്നുണ്ട്? ഇറ്റ്സ് ഇൻക്ലൂഡ് ദ ക്രെഡിറ്റ് റേറ്റിംഗ് സിസ്റ്റം and the rating agencies rate the instruments and the rating symbol is made known as the prospective investors. The next feature, next importance of the financial services are, next point is the promote the smooth production. Promote smooth production. ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം companies can acquire the latest technology. ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാകുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിക്കലി എല്ലാ ഒരു 24 hours അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെ. അവരെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മളിപ്പോ ഏതൊരു കസ്റ്റമർ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് വ്യക്തിയാണെങ്കിലും ഈ കാലഘട്ടത്തിൽ മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഒരു മാനുഫാക്ചറിംഗ് കമ്പനി എന്നുള്ള നിലക്ക് മാനുഫാക്ചറിംഗ് കമ്പനീസ് ക്യാൻ അക്വയർ ദ ലേറ്റസ്റ്റ് ടെക്നോളജി ഓർ ഓൺ മോഡേൺ മെഷീനറി ഫോർ വാട്ട് ദ ലീസിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലീസിംഗ് ആൻഡ് ഹയർ പർച്ചേസ് ആൻഡ് എൻഷുർ ദാറ്റ് ദ പ്രൊഡക്ഷൻ ഈസ് ഡൺ വിത്ത് ലോ കോസ്റ്റ് ആൻഡ് ഹൈ എഫിഷ്യൻസി. പരമാവധി ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോസ്റ്റ് കുറച്ചുകൊണ്ട് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. Its production is done with low cost and high efficiency. That promotes smooth production. It's a manufacturing companies can acquire the latest technologically and technology or modern machinery. It's like the leasing and a higher purchase and ensure that the production quality is increasing and with low cost and high efficiency. പരമാവധി കോസ്റ്റ് കുറച്ചുകൊണ്ട് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റീസ് ആയിട്ട് പറയുന്നത് പ്രൊമോട്ട് ദ സ്മൂത്ത് പ്രൊഡക്ഷൻ. Then next fifth importance ആയിട്ട് പറയുന്നത് ഇറ്റ്സ് മാക്സിമൈസ് ദ റിട്ടേൺ. മാക്സിമൈസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് ദ ഫാക്ടറിംഗ് ആൻഡ് ഫോർഫെയ്റ്റിംഗ്. ഫാക്ടറിംഗ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ചെറിയ ടേംസ് ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഫാക്ടറിംഗ് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഫാക്ടറിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് കൊടുത്ത ഒരാളോട് നമ്മളിപ്പോ ഒരു 10,000 rupees ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കാനായിട്ട് ഞാൻ മൂന്നാമതൊരാളെ ഏൽപ്പിക്കുന്നതാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അത് പിന്നീട് നമുക്ക് പഠിക്കാം. അപ്പോ മാക്സിമൈസ് ദ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് ദ ഫാക്ടറിംഗ് and forfeiting will encourage the manufacturer to sell on credit in India as well as abroad and the increase in turnover. അതായത് പരമാവധി നമുക്ക് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഫിനാൻഷ്യൽ സർവീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടറിംഗ്, അതുപോലെ ഫോർഫെയ്റ്റിംഗ് ആൻഡ് എൻകറേജ് ദ മാനുഫാക്ചറർ ടു സെൽ ഓൺ ദ ക്രെഡിറ്റ് ഇൻ ഇന്ത്യ as well as abroad and increase the turnover. Then next, ensure greater yield. Next point, ensure greater yield. Financial services include the stock broking, commodities trading, derivative trading, etc. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഫിനാൻഷ്യൽ സർവീസസിൽ വരുന്നതാണ്. ഏതൊക്കെ? സ്റ്റോക്ക് ബ്രോക്കിംഗ്, കമ്മോഡിറ്റീസ് ട്രേഡിംഗ്, ഡെറിവേറ്റീവ് ട്രേഡിംഗ്, ഇതൊക്കെ തന്നെ ഫിനാൻഷ്യൽ സർവീസിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ ഇൻവെസ്റ്റർ ആയാലും ഇൻവെസ്റ്റർ ഓർ പ്രൊഡ്യൂസർ can hedge or arbitrage and enhance the yield besides the profit. അവരുടെ റിസ്ക് കുറക്കാൻ വേണ്ടി പരമാവധി അവര് ഇൻവെസ്റ്റർ ആയാലും പ്രൊഡ്യൂസർ ആണെങ്കിലും can hedge or arbitrage and enhance the yield besides the profits. ഒരു റിസ്ക് കുറച്ചുകൊണ്ട് പ്രോഫിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ളത് എൻഷുർ ഗ്രേറ്റർ yield. മറ്റൊരു പോയിന്റ് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള. ഡെവലപ്മെന്റ് ഓഫ് ദി ഇക്കോണമി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡെവലപ്മെന്റ് ഓഫ് ഓൾ ദ ത്രീ സെക്ഷൻസ്. ഏതൊക്കെയാ 3 സെക്ഷൻസ്? ഒരു ഡെവലപ്മെന്റ് ഓഫ് ഇക്കോണമി, ഒരു രാജ്യത്തിന്റെ ഇക്കണോമി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡെവലപ്മെന്റ് ഓഫ് ദ
development of all the three sectors, namely primary sector, secondary sector and the tertiary sector. ഈ 3 ലെവൽസിലെ ഈ 3 സെക്ടേഴ്സിലെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇറ്റ്സ് 3 സെക്ടേഴ്സ്, നെയിംലി പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് തേർഡ് വൺ ടെറിട്ടറി സെക്ടർ. അപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പമ്പ് മണി ടു ഓൾ ദീസ് 3 sections equally and the economy grows, resulting in the more employment opportunities. Okay. Then next point, improve standard of living of the masses. Standard of living of the masses എന്ന് പറയുമ്പോൾ financial services enable consumers to have or use different types of products and services through the hire purchase facility. അപ്പൊ ഇതിലൂടെയൊക്കെ ഏത് രീതിയില് പ്രോഡക്ട്സ് ആൻഡ് സർവീസ്, അതിന്റെ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ഇറ്റ്സ് ഓൺ യൂസ് ഓർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് products and services through the hire purchase facility, consumer loan, leasing, etc. Then next point, government the biggest beneficiary. Government ആണ് ഒരു ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആയിട്ട് പറയുന്നത്. എന്തുകൊണ്ടാ? ഗവൺമെന്റ് ഈസ് ഓൾവേസ് നീഡഡ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ആസ് വെൽ ആസ് ലോങ് ടേം ഫണ്ട്സ് ടു ടേക്ക്. അതപ്പോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള വരുമാനമായിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം ഫണ്ട്സ് ആയിട്ടോ ടു ടേക്ക് കെയർ ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതുകൊണ്ട് തന്നെ എന്തായിട്ട് പറയാം, ഗവൺമെന്റ് ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയും. Then next, vibrant capital market. Vibrant എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹെൽത്തി. Vibrant and healthy capital market is a must for a good economy. ഒരു നല്ല ഇക്കോണമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഒന്നാണ് എന്ത്? വൈബ്രന്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഒരു ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് മാനുഫാക്ചറിംഗ് കമ്പനീസ്, സർവീസ് പ്രൊവൈഡേഴ്സ്, ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് കമ്പനീസ് വിസിറ്റ് ടു ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എൻകറേജ്മെന്റ് ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ട്രേഡ്, അതുപോലെ കാറ്റലിസ്റ്റ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇതൊക്കെയാണ് എന്ത് ഒരു ഫിനാൻഷ്യൽ സർവീസിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെന്റ്, പ്രൊമോട്ട് സേവിങ്സ്, മിനിമൈസ് റിസ്ക്, promote smooth production, maximize the returns, ensure greater yield, economic growth, improve standard of living of the masses. Then next, government the biggest beneficiary. Government the biggest beneficiary. Then vibrant capital market. Next, encouragement for domestic and foreign trade. Next one, catalyst for the financial inclusion. അതുപോലെ എന്റർപ്രണറിയൽ കൈൻഡിൽ എന്താണ് എന്റർപ്രണറിയൽ ഡെവലപ്മെന്റ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് എന്തിന്റെ ഈ ഫിനാൻഷ്യൽ സർവീസിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഏതൊക്കെയാണ്? നേച്ചർ ഓർ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.